ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി പോസിറ്റീവ് വിത്ത് ഷൈലു എന്നെൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചക്കക്കുരു ഇരുമ്പമ്പുളിയും കൊച്ചിയമീനും ഇട്ട് കറി വയ്ക്കാം. ഇന്നത്തെ ലഞ്ചിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ ചക്കക്കുരു പുറന്തൊലി കളഞ്ഞ് നുറുക്കിയെടുത്ത് അടപ്പത്ത് വെച്ച് കുക്കറിലിട്ട് വേവിച്ചു. അതിലേക്ക് ഇരുമ്പമ്പുളി ഇട്ടു. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ ഇതെല്ലാം. പിന്നെ മുരിങ്ങാക്കോല് മുറിച്ച് വെച്ചിരിക്കുന്നത് കഴുകി അതിലേക്ക് ഇടാം. പിന്നെ നമുക്ക് അതിലിടാനായിട്ട് കുറച്ച് കൊച്ചിയമ്മീൻ വറുത്തെടുക്കാം. ഈ ചീനച്ചട്ടി കണ്ടിട്ട് നിങ്ങൾക്ക് അയ്യേന്ന് തോന്നണ്ട. കാരണം ഇത് 1999 ചീനച്ചട്ടിയാണിത്. അന്നൊക്കെ അലുമിനിയത്തിൻ്റെ നല്ല ചീനച്ചട്ടി വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലമാണ്. ഇപ്പോഴാണ് അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാൻ കൊള്ളില്ല എന്നൊക്കെ അറിയാൻ പറ്റിയത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെമ്മീൻ വറുത്ത് എടുക്കാം. ഇനി നമുക്ക് ചക്കക്കുരു വേവിച്ചതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കുക്കറടച്ച് ഒറ്റ വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം. കാരണം മുരിങ്ങക്കായ്ക്കും ഇരുമ്പമ്പുളിക്കും വേവ് കുറവാണല്ലോ. ഒരു വിസിൽ മാത്രം മതി. ചക്കക്കുരു വേവിക്കുമ്പോൾ 8-9 വിസിലടിക്കണം. എന്നാലാണ് അത് നന്നായിട്ട് വേവുള്ളൂ. ഉപ്പ് ഇടാതെ വേണം അത് വേവിച്ചെടുക്കാൻ. ഇനി അതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് വെളുത്തുള്ളി അല്ലി 2 എണ്ണം, ഒരു വലിയ ചുവന്നുള്ളി, തേങ്ങ, ഇച്ചിരി കൂടുതൽ തേങ്ങ അരയ്ക്കണം കേട്ടോ, എന്നാലാണ് രുചി ഉണ്ടാവുള്ളൂ. ഇത്രയും ഇട്ട് നമുക്ക് അരച്ചു കൊടുക്കാം. മുരിങ്ങക്കായും ഇരുമ്പമ്പുളിയും അതിൻ്റെ കൂടെ ചെമ്മീനും കൂടെ ആട്ടോ ഇട്ട് കൊടുത്തത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒറ്റ വിസിലടിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് വഴുതനങ്ങ ഒലത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞെടുക്കാം. ഒരു പച്ചമുളകൊക്കെ പഴുത്തു പോയി. മഴക്കാലമായതുകൊണ്ട് മുളക് ചെടിയെല്ലാം നശിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പഴുത്തതും പച്ചയെല്ലാം പറിച്ചു കൊണ്ടുവന്ന്. പഴുത്തതിനും നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സവാള അരിഞ്ഞതും പച്ചമുളക് ഇട്ട് വഴറ്റി നമുക്ക് വഴുതനങ്ങ ഒലത്തിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി എടുത്തില്ല കേട്ടോ. കാരണം വഴുതനങ്ങയ്ക്ക് ഒരു കറയൊക്കെ ഉള്ളതുകൊണ്ട് വഴുതനങ്ങ ഒലത്തിയെടുക്കുമ്പോൾ അതിന് പച്ച കളറ് നഷ്ടപ്പെടും. അപ്പോൾ ആ കാരണം കൊണ്ട് ഞാനൊരു ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിനകത്ത് പൊരിച്ച വെളിച്ചെണ്ണ കേട്ടോ. അത് ഞാൻ ചക്ക വറുത്തിട്ടുണ്ടായിരുന്നു. ചക്ക വറുത്തതിൻ്റെ വെളിച്ചെണ്ണ ബാക്കി വെച്ചതാട്ടോ. ഇതിനി ഒറ്റ യൂസും കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ അത് ബാക്കി വന്നാലും ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പച്ചമുളക് കീറിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് മൂപ്പിക്കാം. സവാള ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒത്തിരി വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇടയ്ക്ക് ഒക്കെ ഉണ്ടാക്കും. ഞാൻ മാത്രമാണ് കഴിക്കാറുള്ളൂ. എന്നാലും അത് കാണുമ്പോൾ കളയാൻ തോന്നില്ല. പിന്നെ വഴുതനങ്ങ ഉണ്ടാകുമ്പോഴൊക്കെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്ത് തീർക്കും. അപ്പം നമുക്കത് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വഴുതനങ്ങ ഒരുവിധമൊക്കെ വെന്തു. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ഇനി കുറച്ച് ഇതിന് എന്തെങ്കിലും ഒരു നോൺ വെജും കൂടെ വേണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ചക്കക്കുരും മുരിങ്ങക്കായും ഇരുമ്പമ്പുളിയും ചെമ്മീനും എല്ലാം നന്നായിട്ട് വെന്തു. അപ്പം നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ സാധാരണ മൺചട്ടിയിലേക്ക് വെന്തത് മൺചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് മൺചട്ടിയിലാണ് തേങ്ങ അരച്ചൊഴിച്ച്
തിളപ്പിക്കാറുള്ളത്. ഇന്ന് മറന്നുപോയി കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അത് ഒരു ചട്ടി കഴുകി കൊണ്ടുവന്ന് അതിലേക്ക് മാറ്റാം. തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അതായിരിക്കും ടേസ്റ്റ്. ചട്ടി തന്നെ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്, പക്ഷേ ഭയങ്കര സമയമെടുക്കും, ഗ്യാസും ചിലവാകും. അതുകൊണ്ടാണ് കുക്കറിൽ തന്നെ ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ചട്ടിയിൽ വേവിക്കുന്നതാണ് ഹെൽത്തിയുമായിട്ടുള്ളത്. ചക്കക്കുരുവൊക്കെ ചട്ടിയിൽ വേവിച്ചാൽ ഒത്തിരി സമയമെടുക്കും, വേവാനും ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ പാകമാക്കി കറിയൊക്കെ പാകപ്പെടുത്തിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് പകർന്നു കൊടുക്കാം കേട്ടോ. ഞാൻ മീൻകറി വെക്കണ ചട്ടിയിൽ തന്നെ കേട്ടോ ചക്കക്കുരും മാങ്ങയും വെക്കണത്. കാരണം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കലത്തിൽ തന്നെ ചട്ടിയിൽ തന്നെ വെച്ചാൽ. അപ്പം നമുക്ക് ആ മീൻചട്ടി തന്നെ പകർന്നു കൊടുക്കാം കുക്കറിൽ നിന്നുള്ള കറി. എന്നിട്ട് നമുക്കതിൽ തിളപ്പിച്ചെടുക്കാം. ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല കേട്ടോ, താളിക്കുമല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ താളിക്കണത്. അപ്പം നമുക്ക് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഇരുമ്പമ്പുളി ചെമ്മീൻ കറി റെഡി. അപ്പം നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിൽ വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല, കടുകും പൊട്ടിക്കില്ല കേട്ടോ. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. ഇനി അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇന്ന് വരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഇത് നന്ദൻ ചെമ്മീനാണ് കേട്ടോ. ഇത് സാധാരണ താറാവിനൊക്കെ കൊടുക്കാൻ വേണ്ടി ആളുകൾ ഇത് വാങ്ങാറുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്, നമ്മളെ കേരളത്തിൽ വരുന്ന നോർത്ത് ഇന്ത്യൻസ്. ഇത് നന്ദൻ ചെമ്മീൻ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് അറിയില്ല. അതിൻ്റെ ഒന്നും കളയണ്ട, ഇതുപോലെ തന്നെ എടുത്ത് അത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചേക്കണത്. ഉണക്കിയ സാധനമാണ് കേട്ടോ ഇത്. ഉണങ്ങിയത് വാങ്ങാൻ കിട്ടും. ഇത് വളരെ വിലക്കുറവാണ്. ഇതിന് ഭയങ്കര ഹെൽത്തിയുമാണ് കേട്ടോ. നല്ല കാൽസ്യം ഉണ്ട് ഇതിന്. അപ്പം നമുക്കത് കഴുകിയെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ തലയും വാലും ഒന്നും കളയണ്ട. അതിനകത്ത് അത്ര അഴുക്കൊന്നുമില്ല കേട്ടോ. നല്ല കാൽസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണത്. അപ്പോൾ നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എങ്ങനെയെങ്കിലും ആ പൊരിച്ച വെളിച്ചെണ്ണ തീർക്കണം. കാരണം നമ്മളങ്ങനെ യൂസ് ചെയ്ത് തന്നെ വീണ്ടും യൂസ് ചെയ്താൽ കൊള്ളില്ല. ഇത് നാടൻ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് എടുക്കുന്നത്. അപ്പം നമുക്ക് കഴുകി വെച്ച നന്ദൻ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എപ്പോഴും ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോയാലൊരു കയ്പ്പ് സ്വാദായിരിക്കും അതിന്. നിങ്ങളിത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് നല്ല ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് സ്വല്പം മുളക് പൊടി, സ്വല്പം ഉപ്പ് ഇത്ര ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി തീ കൊടുക്കരുത്, സിമ്മിലിട്ടിട്ട് വേണം നമ്മളത് ഇളക്കി ശരിയാക്കി എടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമ്മളത് ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്നറിയാം. മുളക് പൊടി ഒത്തിരി ഇടരുത്, കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഉപ്പും കുറച്ചേ ഇടാവുള്ളൂ. പിന്നെ ഇത് ഏറ്റവും രസം എന്താണെന്ന് വിചാരിച്ചാൽ കാന്താരിമുളക് അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ സ്വല്പം പുളിയും ഉപ്പും ഒഴിക്കുക. ഇത് വറുക്കുക, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ വെറുതെ പാനിലിട്ട് വറുത്തിട്ട് പൊടിച്ച് ചമ്മന്തിപ്പൊടിയായിട്ട് ഉപയോഗിക്കാനും നല്ലതാണ്. അതിനകത്ത് തേങ്ങ വെച്ചരച്ച് ചമ്മന്തിയാക്കാനും നല്ലതാണ് കേട്ടോ. ഞാൻ ഇനി ആ ഒരു വീഡിയോ ഞാൻ ഇനി ഒരിക്കൽ കാണിച്ചു തരാം, ഇതുകൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പം നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രുചിയുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. അപ്പം ഇനി നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചീനച്ചട്ടി തന്നെ ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അതാണ് ഞാൻ ഒന്നുകൂടെ ഉപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പ് ഞാൻ കല്ലുപ്പ് വാങ്ങിച്ച് നീരാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് എനിക്ക് പൊടിയുപ്പ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അത് ഹെൽത്തിയും അല്ല പൊടിയുപ്പ്.
ഒരു കൊല പൂവമ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി ബാക്കി ഒരു 5-6 പഴം കൂടി ഉള്ളൂ. അത് പഴുത്ത് താഴോട്ട് വീണു തുടങ്ങിയായിരുന്നു. അത് മുകളിൽ കെട്ടി തൂക്കിയിട്ടിരുന്ന കൊലയാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് ഞാൻ പഴക്കൊട്ടയിൽ അടുക്കി വെക്കുവാണ് കേട്ടോ. 2 സപ്പോട്ടക്കായും ഇട്ട്. അപ്പോൾ അത് പല്ലിയും പാറ്റയും ഉറുമ്പൊന്നും കയറാതെ നല്ലതാണ് കേട്ടോ ഇതുപോലൊരു കൊട്ട വാങ്ങിച്ചാൽ.